ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തില് സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാൽ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് സകലതും ദൈവം തന്ന ഈ മരുഭൂമിയിൽ പരിപാലിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിശ്ചയമായും നമ്മുടെ മേൽ പ്രവർത്തിക്കും. 30-ാം സങ്കീർത്തനത്തിന്റെ 11 നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രക്തം നീ അഴിച്ച് എന്റെ സന്തോഷം മുടിപ്പിച്ചിരിക്കുന്നു. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രക്തം നീ അഴിച്ച് എന്റെ സന്തോഷം മുടിപ്പിച്ചിരിക്കുന്നു. മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എന്റെ ദൈവമായ യഹോവേ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പോൾ മൗനമായിരിക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത്, നമ്മൾ വിടുതൽ പ്രാപിക്കാനോ വന്നിരിക്കുന്നത്, നമ്മളുടെ വായികളെ തുറക്കുവാനോ വന്നിരിക്കുന്നത്. കർത്താവ് നമ്മളെ നടത്തിയ വഴികളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരാതെ വണ്ണം നമുക്ക് ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ മേലൊന്ന് ഇറങ്ങി വരേണ്ടതിനായി, അവരുടെ സാന്നിധ്യത്തിൽ ഒന്ന് നിറയേണ്ടതിനായി ഹൃദയം തുറന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ സ്തുതികളിൽ വസിക്കുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേലെ ഇറങ്ങി വരും. വിലാപത്തിലായിരുന്നു, രട്ടുടുത്ത അവസ്ഥകളിലായിരുന്നു, എങ്ങനെ മുൻപോട്ട് പോകുമെന്നുള്ള വേവലാതിയും ഭാരങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവ പൈതലേ, നമ്മുടെ വേദനകൾ ദൈവത്തോട് പകരുമ്പോൾ അവൻ ജയഘോഷത്തോടെ നടത്തുന്ന ദൈവം, അത്ഭുതകരമായി വിടുവിക്കുന്ന ദൈവം, അതിശയകരമായി മാനിക്കുന്ന ദൈവം, താഴ്ചയിൽ നിന്നും ഉയർത്തുന്ന ദൈവം, നിന്ദകൾ മാറ്റുന്ന കർത്താവ് എന്ന വൈകുന്നേരം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്രപേർ വിശ്വസിക്കുന്നു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന്? വിശ്വസിക്കുന്നവരുടെ സ്തുതിയാ ദൈവത്തിന് വേണ്ടുന്നത്, വിശ്വസിക്കുന്നവരുടെ മഹത്വമാ ദൈവത്തിന് വേണ്ടിയത്. നമ്മൾ വരുന്നതിന് മുമ്പേ മഹാനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇവിടെ വന്നിരിക്കുക. നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പേ വലിയവനായ കർത്താവ് നമുക്ക് മുമ്പായി ഇവിടെ വന്നിരിക്കുക. എന്റെ വിലാപത്തെ നീ എനിക്ക് നൃത്തമാക്കി തീർത്തു, നീ അഴിച്ച് എന്നെ സന്തോഷം മുടിപ്പിച്ചു. ഇതെന്നും ദൈവം വലിയ ദൂതകൾ പറയാൻ പോവുകയാണ്. വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവത്തെയാ നമ്മൾ ആരാധിക്കാൻ വന്നിരിക്കുന്നത്. വിലാപത്തെ പൂർണ്ണമായി മാറ്റുന്ന അവന്റെ ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കാൻ വന്നിരിക്കുന്നത്. താഴ്ചയിൽ നിന്നും ഉയർത്തുന്ന നമ്മുടെ സർവശക്തനായ ദൈവത്തെ ഉയർത്തുവാൻ വന്നിരിക്കുന്നത്. സകലതും അവസാനിച്ചു വന്ന് മനുഷ്യർ പറയുമ്പോൾ, കഴിഞ്ഞുപോ എന്ന് പറയുമ്പോൾ നൃത്തം തുടങ്ങാൻ പോവുകയാണ്. എല്ലാരും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. എന്തായി തീരുമാനം? ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഒരു ഊക്ക, അതറിയാമോ? അതിങ്ങനെ വളഞ്ഞിരിക്കുക. ആ ഊക്ക് പിശാചിങ്ങനെ തൊടുത്തി പിന്നോട്ട് വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ പൈതലിനെ ഉയർത്തുന്ന സർവശക്തനായ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ മൗനമായിരിക്കാതെ ജനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എന്റെ വിഷയങ്ങൾ നിന്റെ സന്നയിൽ പകർന്നപ്പോൾ അങ്ങനെ എന്റെ ഞെരുക്കത്തെ വിശാലമാക്കി. എത്ര പേർ വിചാരിക്കുന്നു, നമ്മൾ വിചാരിക്കും നമ്മുടെ ആരോഗ്യം കൊണ്ടൊക്കെ അങ്ങനെ ജോലി ചെയ്ത് കിട്ടുന്നത് വെച്ചുകൊണ്ട് കടന്നു പോകുന്നു നമ്മൾ വിചാരിക്കും. ഇത് നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാ. ഒരു മുള്ളു കൊണ്ടാൽ മതി വീണു പോകാനുള്ളതേ ഉള്ളൂ നമ്മുടെ ഈ ശരീരം. കരുതുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഈ കർത്താവിന്റെ സന്നിധാനങ്ങളെ പകർന്നു കൊടുക്കുമ്പോൾ സകല ഭാരത്തിൽ നിന്നും വിടുവിക്കുന്ന സർവവല്ലഭനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. യിരെമ്യാവിന്റെ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. ഇനിയും ശബരിമല മുന്തിരിത്തോട്ടം ഉണ്ടാകും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. എനിക്ക് തന്ന
വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് രണ്ട് വാക്യങ്ങൾ വായിപ്പിച്ചതാ. ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തും. ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേരോട് തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. അതെത്ര പേർക്ക് മനസ്സിലായി? ഇസ്രായേൽ കന്യകേ, നീ ഇനിയും, നീ വീണ്ടും. ഈ വീണ്ടും എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് നിന്ന് പോയതാ. പണ്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് നിന്ന് പോയതാ. ഇടയ്ക്ക് നിന്റെ ജീവിതത്തിൽ അസ്തമിച്ചു പോയ ദൈവ പ്രവൃത്തി, ദൈവ പൈതലെ വിശ്വസിക്കുന്നുവെങ്കിൽ പുറപ്പെടും. നിരയിൽ എന്ന് പറഞ്ഞാൽ പിമ്പിലല്ല പുറപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നൃത്തം ചെയ്യുന്നവരുടെ മുമ്പിൽ പുറപ്പെടുവാൻ ദൈവം കൃപ തരാൻ പോവുകയാണ്. ഒരു കാര്യം ഉറപ്പ് വേണം, പണ്ട് ദൈവം തന്നത് ഇടയ്ക്ക് നിന്ന് പോയതാ. ഇന്ന് രാത്രികാലം കണക്ട് ചെയ്യുന്ന ഒരു രാത്രിയായി തീരട്ടെ. പണ്ട് ദൈവം തന്നത് ഇടയ്ക്ക് നിന്ന് പോയതാ. ഇന്ന് രാത്രികാലം റീകണക്ട് ചെയ്യുന്ന ഒരു ദിവസമായി തീരട്ടെ. റിപ്പയറുകൾ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ, കുറവുകൾ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ, വലിയവനായ കുശവൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ കുശവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ പിതാവേ, എന്നിലെ കുറവുകളെ ഒന്ന് പരിഗണിക്കണമേ. എന്നിലെ വേദനകള്, എന്നിലെ നിന്ദകള്, എന്നിലെ പഴികള്, എന്നിലെ പോരായ്മകൾ, എന്നിലെ തുതിയുടെ കുറവുകൾ, എന്നിലെ ആരാധനയുടെ കുറവുകൾ, എന്നിലെ പ്രാർത്ഥനയുടെ കുറവുകൾ എന്ന രാത്രികാലം എന്നിൽ നിന്നൊന്ന് മാറ്റണമേ കർത്താവേ എന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് രാത്രികാലം വിടുതലുകൾ തരുന്ന രാത്രിയാ. സമയ പർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കുകയും ചെയ്യും. ഇന്നലെ വരെ വിതയ്ക്കുന്നുവെങ്കിലും ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്ന അവസ്ഥകൾ സ്വർഗ്ഗത്തിലെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. വിലാപത്തെ നൃത്തമാക്കുവാൻ കഴിവുള്ളവർ, നിന്റെ വേദനയെ മാറ്റുവാൻ കഴിവുള്ളവർ, നിന്റെ നിന്ദയെ മാറ്റുവാൻ കഴിവുള്ളവർ, സകലത്തിലെ മതിയായ സർവശക്തനായ യേശു നമുക്ക് മുമ്പായിട്ട് വന്നിരിക്കുക. ഇനിയും മുന്തിരി തോട്ടം ഉണ്ടാക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ മുന്തിരി തോട്ടമുണ്ടാക്കി, പക്ഷേ 100 പേനി ഫലം കിട്ടിയില്ല. അത് പൂത്ത് വരും. വെട്ടിക്കിളികളും പച്ചപ്പുഴുവും തുള്ളനും വന്ന് വെട്ടിക്കളയുന്ന സംവത്സരം സ്വർഗത്തിലെ ദൈവം തിരികെ തരാൻ പോകുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. വിടുതൽ തരുന്ന ഒരു ദൈവമുണ്ട്. വീണ്ടും റീകണക്ട് ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ, വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ കണക്ട് ചെയ്യുന്ന ഒരു കർത്താവോടെ വന്നിരിക്കുക. കർത്താവേ, എന്നിലെ കുറവുകള്, എന്നിലെ പോരായ്മകള്, എന്റെ ജീവിതത്തിലെ വീഴ്ചകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? അവരുടെ അന്ധകാരം മാറ്റാൻ പോവുകയാണ്. അവരുടെ വിലാപം മാറ്റുന്ന കർത്താവാണ്. അവരുടെ വേദനകൾ മാറ്റുന്ന കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്തിന്റെ ഉറവിടമായ ദൈവമേ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഇസ്രായേൽ കന്യകയായ അവിടെ നടികളെ വിളിച്ചു വേർതിരിച്ച അടിയങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ആമേൻ ദുഃഖവും നെടുവേർപ്പും രക്തമടിയങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എന്ന് രാത്രികാലം കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ വിലാപത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ രക്തം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് മുതൽ, സഭ എന്ന് മുതൽ ആമേൻ ഇസ്രായേൽ കന്യകയായി ആമേൻ വീണ്ടെടുക്കപ്പെട്ട ജനങ്ങൾ ആമേൻ വിശുദ്ധീകരിച്ചുകൊണ്ട്
ഇങ്ങോട്ട് അങ്ങനെ വലിയ സാന്നിധ്യം ഉണ്ടാകണം. മഹാനായ കർത്താവടികളോട് ഇടപെട്ടുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഇവിടെ ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ അറിയുന്ന യേശുവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം നീക്കുന്നത് യേശുവിന്റെ നാമത്തിൽ തന്നെ. വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വാക്യം. Luke chapter 1 verse 37. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. Nothing impossible from God. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനായ കർത്താവ് അവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അവിടെ വന്നിരിക്കുന്നത്. ബാധിച്ച ദുഃഖം നമ്മുടെ ജീവിതത്തിലുണ്ട്. എടുക്കാൻ വയ്യാത്ത വേദനകളുണ്ട്. ഞെരുക്കവും ഷാഡോകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇടുക്ക് വഴികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. വേദനകൾ വല്ലാതെ നമ്മളെ കാണുന്ന തിന്നുകയ പുറത്ത് ചിരിക്കുന്നുവെങ്കിൽ അകത്തെ വേദന ഉണ്ട്. ദൈവ പൈതലേ, നിന്റെ വേദനകളെ മാറ്റുവാൻ സർവശക്തനായ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവം പറയുക, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. വേദന എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഭാരം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇവിടെ വന്നിരിക്കുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞോട്ടെ, എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. സ്വർഗത്തിലെ ദൈവം ചെയ്ത നന്മകളെ ഓർത്താൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കുക? എങ്ങനെ മൗനമായിരിക്കുക? എങ്ങനെ മിണ്ടാതിരിക്കുക? അവൻ മിണ്ടാക്കാനിയായല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. നമ്മൾ ഭാരപ്പെടുന്ന ഭാരമുണ്ടല്ലോ, നിന്റെ ഉള്ളിലെ വേദന ഉണ്ടല്ലോ, നിന്റെ ഞെരുക്കമുണ്ടല്ലോ, ആരും അറിയാതിരുന്ന കരയുന്ന അവസ്ഥ ഉണ്ടല്ലോ, അത് കാണുന്ന ദൈവം ഇവിടെ ഇറങ്ങി വന്നിരിക്കുക.
നമ്മളെ കൊണ്ട് കഴിയാത്തത്, കഴിവ് നമ്മളെ കൊണ്ട് കഴിയാത്തതിനെ സാധ്യമാക്കുന്ന ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളൊന്നും ഒന്നിനും കഴിവില്ലാത്തവരായിരുന്നു, ആർക്കും വേണ്ടാത്തവരായിരുന്നു ദൈവജനമേ. സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്തോ, സ്വർഗത്തിലെ ദൈവം തേടി വന്ന് കണ്ടെത്തി. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്ന ഓരോരുത്തരും ദൈവം വിളിച്ച് വേർതിരിച്ചതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ ദൈവമായി പറയുന്നത് എന്നാൽ അസാധ്യമായ ഒന്നുമില്ലല്ലോ. എന്റെ ജീവിതത്തിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ഒന്നുമില്ലല്ലോ ദൈവമൈകളെ. രാജ ധീരൽ ഘടക അന്തര ഇമ്പര ബൗഡ ധീരൽ ഘടക ക്ഷാര അന്തര ബൗഡ രമ്പര ബൗഡ ഘടക. ഓ എന്നെ കൊണ്ട് കഴിയാത്തത്, നമ്മുടെ ദൈവത്താൽ കഴിയാത്തത്, നമ്മുടെ ദൈവത്താൽ കഴിയാത്തത്, നമ്മുടെ ദൈവത്താൽ അസാധ്യമായത് ഒന്നും തന്നെ രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ ശേഷിപ്പില്ല ദൈവജനമേ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഉത്തര രിംബരാരക ബൗഡ, നിന്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ അതൊരു വിഷയമില്ല. ഓ രിംബരാരക ബൗഡ ഘടക, നീ എങ്ങനത്തവനാണെന്ന് ഒരു വിഷയമല്ല. ദൈവത്തിന്റെ ദൂതനോട് മറിയ ന്യായമായ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ന്യായമായി ആരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? നമ്മളും പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിലാണ് ക്വസ്റ്റ്യന്മാർക്കുള്ള ഊക്കില് നമ്മൾ ഓരോരുത്തരും തൂങ്ങിക്കിടന്നുകൊണ്ട് ജീവിതത്തെ തന്നെ നിരാശയുടെ പടകില് നമ്മൾ തന്നെ ആഴ്ത്തിക്കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ചോദിക്കാറുണ്ട്, എങ്ങനെ ഈ വിഷയത്തിന് ഒരു വിടുതലുണ്ടാകും? എന്നെ ജീവിതത്തിനൊരു മാറ്റം വരും, എന്നെ കുഞ്ഞുങ്ങളുടെ ഭാവി ഒന്ന് നന്നായി തീരും, എന്നെനിക്കൊരു സ്വന്തമായ ഒരു ഭവനമുണ്ടാകും, എന്നെ രോഗങ്ങളൊന്ന് മാറും. ഇങ്ങനെ വ്യത്യസ്തമായ ആഴങ്ങളിൽ കിടന്നുകൊണ്ട് നമ്മളും ദൈവത്തോട് ചോദിക്കാറുണ്ട്.
ഭാഗത്ത് ഈ ക്വസ്റ്റ്യൻ മാർക്ക് പിശാച് തന്നിട്ട് നമ്മുടെ ഈ ഷോളറിനത് തൂക്കിയിട്ടിരിക്കുക. പിശാച് തൂക്കി പിടിച്ചിരിക്കുക. അവൻ ചെവിയിൽ മന്ത്രിക്കുക, ഓ നിന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ല, നിന്റെ ഒന്നിനും കൊള്ളത്തില്ല, നിന്റെ ജീവിതത്തിൽ നിന്ന് നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ പിശാച് ഇങ്ങനെ നമ്മുടെ ചെവിയിൽ ഒന്നൊന്നായി മന്ത്രിച്ച് നിരാശയും വേദനകളും നമ്മുടെ ജീവിതത്തിൽ വന്ന് മനസ്സ് തളർന്നിരിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന എങ്ങനെ സംഭവിക്കും? എന്റെ ജീവിതത്തിൽ പണമില്ല, ഞാൻ എങ്ങനെ വീട് പണിയും? അവർക്കുള്ള ആൻസർ ഉടനെ ദൈവം പറയാ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു. എന്നെ ആര് നോക്കും? എന്നെ ആര് പരിപാലിക്കും? എന്റെ ജീവിതം എങ്ങനെ മുൻപോട്ട് പോകുന്നത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവ വൈദ്യരെ അവരോടും ദൈവം പറയുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്ന കാവൽക്കാരൻ ജാഗരിക്കുന്നു. സകലത്തിലും മതിയായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഇടുക്കത്തിലാണോ ഇരിക്കുന്നത്? വേദനയിലാണോ ഇരിക്കുന്നത്? ആമേ രോഗത്തിലാണോ ഇരിക്കുന്നത്? അവർക്ക് മറുപടി ഉണ്ട്. എന്റെ അടിപ്പിണരുകളോ ഞാൻ നിനക്ക് സൗഖ്യം ആരും നിന്നെ സഹായിക്കാനില്ല എങ്കിൽ യേശു ഇവിടെ വന്നിട്ടുണ്ട്. മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. സംശയമുണ്ടോ? തോമസ് സംശയം കാണിച്ചതുപോലെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എനിക്ക് സംശയമുണ്ട്, എന്റെ സംശയം മാറണം. സംശയങ്ങൾ മാറ്റുമ്പോൾ അടയാളം പ്രവർത്തിക്കുന്നു. അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് എന്ന രാത്രികാലം ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന കർത്താവാണ്. തോമസിനോട് പറഞ്ഞു, നീ ഇങ്ങനെ അവിശ്വാസം വെച്ചോണ്ടിരിക്കണ്ട, ഇങ്ങോട്ട് വാ, നിന്റെ ആഗ്രഹം ഭവിക്കട്ടെ, നിന്റെ മേലെ ഇങ്ങോട്ടൊന്ന് ഇട്ട് നോക്കാം. നമ്മുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും, നമ്മുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും, നമ്മുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും, ആകാശത്തിന്റെ ഭൂമിയുടെ ഉടയവനായ ദൈവത്തെ സേവിക്കുന്ന ദൈവജനത്തിന് സകല നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവകൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ലല്ലോ. അറിയാ ദൈവത്തിന്റെ ദൂതനായ എബ്രേയനോട് പറഞ്ഞു, എന്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാ, ദൈവത്തിന്റെ കൃപ എനിക്ക് മതി. ഇതാ അടിയനെന്നാ ഏൽപ്പിച്ചു കൊടുത്തതാ. ഇതാ ദൈവത്തിന്റെ ദാസി, അങ്ങയുടെ ഗീതം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ഇത്രയും കാലം നമ്മൾ ലോകത്തിന്റെ അനുരൂപരായി ജീവിച്ചെന്ന് വരാ, താൻ പാതി ദൈവം പാതി എന്നുള്ള രീതിയിൽ ജീവിച്ചെന്ന് വരാ, നടന്നാ നടക്കട്ടെ എന്നുള്ള രീതിയിൽ ജീവിച്ചെന്ന് വരാ. പ്രിയ ദൈവജനമേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവാ. ലോക ചരിത്രത്തിൽ തന്നെ സംഭവിക്കാൻ കഴിയാത്ത ഒരത്ഭുതമാ ഇവിടെ മറിയയുടെ ഉദരത്തിൽ ദൈവം പ്രവർത്തിച്ചതെങ്കിൽ നമ്മുടെ ദൈവത്താൽ അസാധ്യമായി എന്ന രാത്രികാലം ഒന്നും തന്നെ ഈ ലോകത്തിൽ ശേഷിപ്പില്ല. ദൈവജനമേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിരാശ ഓളങ്ങളായി 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 നമ്മളെ അടിച്ചാഴ കടലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ പതിയിരിക്കുന്ന ചുഴികളുണ്ട്. ചുഴിയിൽ അകപ്പെട്ടാൽ അവിടുന്ന് കയറി വരുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്.
നിരാശയുടെ ഓളങ്ങളിൽ ഇങ്ങനെ കിടക്കുന്ന ദൈവ പൈതല്, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് രാത്രികാലം ഒരു മടങ്ങി വരുന്ന രാത്രിയാ. നിന്റെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. ശൂന്യതകളെ നികത്തി തരുവാൻ ദൈവത്തിന് കഴിയും. എല്ലായ്മകളെ നികത്തി തരുവാൻ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയാ, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ മാറിപ്പോകും, എങ്കിലും ദൈവത്തിന്റെ കൃപ മാറിപ്പോകത്തില്ല. ലോക ചരിത്രത്തെ തന്നെ രണ്ടായി തിരിച്ച കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. കൂട്ടുകാർ പറയും നടക്കത്തില്ല, നാട്ടുകാർ പറയും കഴിഞ്ഞുപോയി, ഡോക്ടർമാർ പറയും ഇനി ദൈവത്തിനെ കഴിയത്തുള്ളൂ. പിന്നെ എന്തിനായി ഡോക്ടർമാരെടുത്ത് പോകണം? സകലതും അസാധ്യമാക്കുന്ന ദൈവം ഇവിടെ ഉണ്ട്. സകലതും സാധ്യമാക്കുന്ന ദൈവം ഇവിടെ ഉണ്ട്. അവൻ അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദൈവം ഇവിടെ കടന്നു. എന്റെ കൃപ നിനക്ക് മതി. നമുക്ക് വായിക്കാം ജെരമ്യാ പ്രവചനം 32-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ചാപ്റ്റർ 32 വേഴ്സ് 7. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ട് നീ ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായ ഒന്നുമില്ലല്ലോ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറഞ്ഞു തരാം. വലിയ മഴ പെയ്തുകൊണ്ട് നിൽക്കുക. നമുക്കെല്ലാം അറിയാലോ, റബ്ബർ മരങ്ങളുടെ ചിരട്ട ചിലത് നേരെ ഇരിക്കുക, ചിലത് ചരിഞ്ഞിരിക്കുക, ചിലത് കമന്നിരിക്കുക. നേരെ ഇരിക്കുന്നതിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. കമന്നിരിക്കുന്നതിന് തീരെയില്ല. ദൈവകൃപണം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. അന്യായ ബന്ധനങ്ങളെ പൊട്ടിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നിരിക്കുക. ആമേൻ. ദൈവത്തെ സ്തുതിക്കുക. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ട് നീ ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. 12 വർഷം മുമ്പ്, 8 വർഷം മുമ്പ്, 19 വർഷം മുമ്പ് നീ ആഗ്രഹിച്ചു വിട്ടുപോയ വിഷയങ്ങളുടെ മേല എന്റെ സ്വർഗ്ഗത്തിലെ ദൈവം ഇടപെടാൻ പോകുകയാണ്. രാത്രിയുടെ യാമങ്ങൾ കടന്നുകൊണ്ട് ഇതെങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ജനപ്പെട്ട വിഷയത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവം മാന്യമായിരിക്കാൻ പോവുകയാണ്.
തകർന്നു പോകുമെന്നുള്ള വെല്ലുവിളികളുണ്ടല്ലോ, അതെല്ലാം ഇന്ന് അഭിഷേകത്തിന് അഗ്നി ദഹിച്ചുകൊണ്ടിരിക്കും. കണ്ണുകൾ ഉള്ളവരൊന്ന് തുറന്നു നോക്കിയേ, ഇതിന്റെ മധ്യത്തിൽ ഒരു വലിയൊരു അഗ്നി കത്തിക്കൊണ്ടിരിക്കും. കണ്ണുകൾ ഉള്ളവർ മാത്രം ഒന്ന് തുറന്നു നോക്കിയാൽ അഭിഷേകത്തിന് അഗ്നി ഇവിടെ കെട്ടി ജ്വലിച്ചുകൊണ്ടിരിക്കും.
ആഗ്രഹിക്കുന്നതല്ല പറയാൻ കഴിയാതെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അടുക്കിൽ നിന്ന് കടം വാങ്ങുന്ന അവസ്ഥയാണ്. സ്വർഗത്തിലെ ദൈവം കാണിക്കുക, ആ ചോർ ചെയ്യുന്ന രാത്രികാലം സർവശക്തനായ ദൈവം അടച്ചിരിക്കുക. ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ദൈവകൃപയ്ക്കായി ആശ്രയിക്കുവാൻ ആഗ്രഹിക്കുക. രാജാക്കന്മാർ 2 Kings chapter 6 verse 1 to 7. പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തർ ഓരോ മരം കൊണ്ടുവന്നു ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവേൻ എന്ന് അവൻ പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ദയ ചെയ്ത് അടിയങ്ങളോട് കൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാം എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോട് കൂടെ പോയി. അവൻ യോർദാനിലെത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി എടുത്തു കൊടുക്കുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അതെടുത്തു. 3 കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വായ്പ വാങ്ങിയത്. രണ്ടാമത്, നഷ്ടമായി. മൂന്നാമത്, പ്രവാചകൻ ചോദിക്കുക എവിടെ വീണു. നാലാമത് പറയുക പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. സമയം അതിക്രമിച്ചത് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു വെളിപ്പാട് ചുരുക്കമായി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. വായ്പ വാങ്ങിയ ജീവിതവുമായി മുൻപോട്ട് പോകണമെങ്കിൽ ദൈവം കൃപ തരണം. ആ കൃപ നഷ്ടമായി വീണു പോയാൽ ഇരുമ്പ് കഷ്ണം വെള്ളത്തിനകത്ത് പോയി ചേറിൽ പൊതഞ്ഞിരിക്കുന്നത് പോലെ ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം അവസ്ഥ രാത്രികാലം നിലവിളി
കടം വാങ്ങിയതാ കോടാലി. എന്തിനാ കടം വാങ്ങിയത്? അല്പം കൂടി വിശാലത വേണം. അല്പം കൂടി വിശാലത വേണം. ഇപ്പൊ ഇരിക്കുന്ന ഇച്ചിരി ഞെരുക്കമാണ്. കടം വാങ്ങിക്കൊണ്ട് പോയി. വെട്ടിയ വെട്ടിന്റെ ഊക്കം കൊണ്ടിതാ ഒരെണ്ണം ഊരിതാ പോയി. വശമില്ലാതെ വെട്ടിക്കഴിഞ്ഞാൽ കോടാലി എന്നല്ല, വെട്ടുകത്തി എന്നല്ല, വാക്കത്തി എന്നല്ല, എല്ലാത്തിന്റെ പിടിപൊട്ടം നമുക്ക് കാണാൻ കഴിയും. വശമില്ലാതെ വെട്ടിയാലുള്ള ചരിത്രം അങ്ങനെയാണ്. ഈ വെട്ടേണ്ട രീതിയിൽ വെട്ടാതെ ജീവിതത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി വെട്ടി. ജീവിതത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി വെട്ടിയപ്പോൾ തെറിച്ചു പോകേണ്ട തെറിച്ചു പോയി. പലപ്പോഴും നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾ, ജീവിതത്തിന്റെ വലിയ വിശാലത നോക്കുന്നവരാ. വിശാലതയുടെ മുമ്പിൽ കൃപ നമ്മൾ മാറ്റിവെക്കും. ഉയർച്ചയുടെ മുമ്പിൽ കൃപയെ ചവിട്ടി താഴ്ത്തി കളയും. പായസം വാങ്ങിക്കുടിച്ച് ജ്യേഷ്ഠാവകാശം വിറ്റ പാരമ്പര്യമാണ് നമുക്കുള്ളത്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ വിശാലതയ്ക്ക് വേണ്ടി ഇതാ കടം വാങ്ങി, വായ്പ വാങ്ങിയ ഇരുമ്പ് മെഴു ഊരിപ്പോയി പുഴയില് ചേറ്റില് ഇതാ താണ് പൊതഞ്ഞിരിക്കുക. ഉയർത്തത്തില്ല, ഇനി അതിനെ മുകളിലേക്ക് വിടത്തില്ല എന്ന് പറഞ്ഞ് അവൻ വെല്ലുവിളിക്കുന്ന വെച്ച് ജീവിതങ്ങളുടെ മുമ്പിൽ, അന്ധകാര ശാപ പോരുകളുടെ മുമ്പിൽ, സാത്താന്യ ശക്തികളുടെ മുമ്പിൽ ദൈവജനമേ വിശ്വാസത്തോടെ പറയാൻ കഴിയുമോ? എന്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നും എന്റെ ജീവിതത്തിലില്ല. എന്റെ പോരായ്മയിൽ ഞാൻ നഷ്ടമായ മഴുവിനെ കാണിക്കുന്ന കൃപയാ. കൃപ മൂർച്ചയുള്ള കൃപയാ. സാത്താന്യ കോട്ടകളെ വെട്ടി മുറിച്ചു കളയുവാൻ മൂർച്ചയുള്ള കൃപ ദൈവം നിനക്ക് തന്നിരിക്കുക. ആണ്ടുകൾ പലതായി തന്നിട്ട് പക്ഷേ ജീവിത സാഹചര്യം കൊണ്ട് അത് ചേറിൽ നിന്ന് പൊതഞ്ഞിരിക്കുക. പറയുവാൻ ഒരുപാട് കഥയുണ്ട്, പറയുവാൻ ഒരുപാട് എക്സ്ക്യൂസ് ഉണ്ട്. എന്റെ ജീവിതം ഞെരുക്കം കൊണ്ട് ആരാധിക്കാൻ സമയം കിട്ടാറില്ല. വന്നിട്ട് കഞ്ഞിയും കറിയൊക്കെ വച്ചിട്ട് എപ്പോഴിരുന്ന് പ്രാർത്ഥിക്കാനാ? സമയം പരിമിതി ആയതുകൊണ്ട് എളുപ്പം അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുക കേട്ടോ. അഭിലാഷത്തിന് വേണ്ടി, എല്ലാവരുടെ മുമ്പിൽ നല്ല പേർ കിട്ടാൻ വേണ്ടി, വിശാലത വരുത്താൻ പ്രവാചക ഗണങ്ങൾ ഇപ്പോൾ എണ്ണത്തിൽ കൂടിയ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രവാചക ഗണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുക. അവരെ വെളി കടത്താനും പറ്റത്തില്ല. എന്നാൽ വിശാലത വരുത്തുന്ന ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പവർക്കുണ്ട്. എങ്കിൽ പ്രവാചകന്മാർക്ക്, ശിഷ്യഗണത്തിന് വിശ്വസിക്കുവാൻ കഴിയാതെ വന്നു. പക്ഷെ അവർ ഒരു കാര്യം ചെയ്തു, പ്രവാചകനെ കൂടെ ക്ഷണിച്ചു കൊണ്ടുപോയി. അല്ലെങ്കിൽ അന്നും അവർ അവിടെ വീണു പോയാന്. പലപ്പോഴും ദൈവജനമേ, ജീവിതത്തിന്റെ വിശാലത നോക്കി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പലയിടവും നമ്മൾ അറിയാതെ നമ്മുടെ മെഴുക് ഊരി ചേറ്റിൽ പൊതഞ്ഞിരിക്കുന്ന അവസ്ഥ പിന്നീടാണ് നമ്മൾ മനസ്സിലാകുന്നത്. നമ്മളിങ്ങനെ തോളത്ത് വെച്ചുകൊണ്ട് പോവുക, മെഴുണ്ട് ഉണ്ട് പുറകിലുണ്ടെന്ന്. ദൈവത്തിന്റെ പ്രമാണത്തിൽ ഇല്ലാത്ത വഴിയെ നമ്മൾ നടന്നിട്ട് പലപ്പോഴും നമ്മൾ അറിയാതെ പല സാഹചര്യങ്ങളിൽ നമ്മുടെ മെഴു നഷ്ടമായിരിക്കുക. ആ മെഴുകിനെ നമ്മളിന്ന് തിരിച്ചു വാങ്ങാൻ പോകും. നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ചേച്ചിൽ പൊതിഞ്ഞ് ദുഷ്ടപിശാച് അടക്കി ഭരിച്ചു വച്ചിരിക്കുന്നുവെങ്കിലും നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഞാനിന്ന് ആരാധിച്ച് എന്റെ കൃപയെ ഞാൻ തിരികെ പ്രാപിക്കുമെന്നാണ്. വിശ്വാസമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആരാധിക്കാൻ പോകുക, കൃപകൾ മടക്കി വാങ്ങാൻ പോകുക, ഉള്ളവർ വീണ്ടും പുതുക്കാൻ പോകുക, ഉള്ളവർ വീണ്ടും പുതുക്കാൻ പോകുക. ഈ ആശാരിമാരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കും നമ്മളൊക്കെ കളിയാക്കാറുണ്ട്. നമുക്ക് അതിനെ ഡീപ്പായിട്ട് ഇറങ്ങി തന്നാലേ അറിയത്തുള്ളൂ. നമ്മൾ പറയും അവരെപ്പോഴും അതിങ്ങനെ ഉരച്ചൊരച്ചിരിക്കും. ഏതാ അവരുടെ ഉള്ളി അവരിങ്ങനെ ഉരച്ച് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കും. നല്ല മൂർച്ച ഉണ്ടെങ്കിലേ നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് പണി ചെയ്യാൻ പറ്റത്തുള്ളൂ. അവൻ പണിയുന്നത് ഉണങ്ങിക്കിടക്കുന്ന തടിയിലാണ്. ഉണങ്ങിക്കിടക്കുന്ന തടിയിൽ കൊത്തുപണിക്കാരൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മയപ്പെട്ട് വരണമെങ്കിൽ നല്ല മൂർച്ചയുള്ള ഉളി ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? നമ്മൾ പോകുന്ന പച്ചപ്പുള്ള സ്ഥലത്തേക്കല്ല ദൈവം നമ്മളെ അയക്കുന്നത്. നമ്മൾ പോകുന്ന
മൊത്തം ഉണങ്ങിക്കിടക്കുന്ന മരുഭൂമിയാ. ഈ മരുഭൂമിയിലെ സാത്താന്യ സർപ്പത്തെ വെട്ടി തകർക്കാൻ പോവുകയാണ്. ആമേ. ദൈവത്തോട് അപേക്ഷിക്കാൻ പോവുകയാ. എന്റെ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. എന്റെ ജീവിതത്തിൽ നഷ്ടമായ മഴകൾ ഇന്ന് രാത്രികാലം എനിക്ക് തിരികെ തരണമേ കർത്താവേ എന്ന ദൈവകരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം.